ഡിഗ്രി കഴിഞ്ഞവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ വളരെ നല്ലൊരു ജോലി, ഒരുപക്ഷെ ഇൻകം ടാക്സ് ഓഫീസർ, GST ഓഫീസർ, കസ്റ്റംസ് ഇൻസ്പെക്ടർ, അങ്ങനെ എത്രയെത്ര CBI സബ് ഇൻസ്പെക്ടർ, അങ്ങനെ എത്രയെത്ര നല്ല നല്ല ജോലികൾ കാത്തിരിക്കുന്നു. പലപ്പോഴും കേരളത്തിലുള്ള നമ്മൾ ഇതൊന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല. കേരള PSCയിലൂടെ നേടാവുന്ന ജോലികളെപ്പറ്റി തന്നെ നമ്മൾ അറിയുന്നത് വളരെ വൈകിയാണ്. എന്നാൽ നേരത്തെ തുടങ്ങി നേരത്തെ നേടിയെടുക്കേണ്ട പ്രാഗൽഭ്യം തെളിയിക്കേണ്ട ഒരു മേഖലയാണ് SSCയിലൂടെ കേന്ദ്ര ഗവൺമെൻറ് പല വകുപ്പുകളിലായി നടത്തുന്ന നിയമനങ്ങൾ. SSC CGL പരീക്ഷ, അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയിലൂടെയാണ് ഈ ഒരു നിയമനങ്ങളെല്ലാം നടക്കുന്നത്. 2 ലെവലുള്ള പരീക്ഷയാണ്, Tier 1, Tier 2. Tier 1 പരീക്ഷ എന്നാൽ ഒരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ്. Tier 2 ആണ് ശരിക്കും റാങ്ക് തീരുമാനിക്കുന്നത്. ഈ പരീക്ഷകളുടെയൊക്കെ സിലബസ് സുവ്യക്തമായി SSC ആദ്യമേ പറയാറുണ്ട്. പരീക്ഷയുടെ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങളൊരു ബിരുദധാരിയാണെങ്കിൽ, അല്ലെങ്കിൽ ബിരുദത്തിൻ്റെ ഫൈനൽ ഇയർ പരീക്ഷ എഴുതിയിരിക്കുന്ന ഒരാളാണ് എങ്കിൽ തീർച്ചയായും സ്റ്റാർട്ട് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിശീലനമാണ്. അതിനുവേണ്ട വിന്നിംഗ് സ്ട്രാറ്റജിയിൽ തന്നെയാണ് പഠിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. വിജയത്തിൻ്റെ ഡയറക്ഷനിലാണ് എന്ന് ഉറപ്പുവരുത്തുക. ഡയറക്ഷൻ നിങ്ങൾക്ക് വേണ്ടി SSC CGLൻ്റെ ക്ലാസ് റൂം ഓൺലൈൻ കോച്ചിങ്ങുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ് റൂം കോച്ചിങ്ങിലേക്ക് കോഴിക്കോട് ബ്രാഞ്ചിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ ബാച്ചിലേക്ക് ഒട്ടും വൈകാതെ ആ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. ഇനി ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുകയോ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് സെഷൻ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യുക. സംശയം വെച്ചുകൊണ്ടിരിക്കരുത്. സംശയങ്ങൾ തീർത്ത് പെട്ടെന്ന് മുന്നേറണം. മത്സര പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം തുടങ്ങുക, ശരിയായി തുടങ്ങുക, എൻജോയ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അധ്വാനം എൻജോയ് ചെയ്യുന്നവരാണ് ഫൈനൽ റിസൾട്ട് കൊണ്ടുവരുന്നത്. ഞങ്ങളുടെ അനുഭവം കഴിഞ്ഞ 10-17 വർഷമായി അതാണ്. അതുകൊണ്ട് ഈ അവസരം മിസ്സാക്കരുത്.